ശ്രീ ബിൻ ഹസ്കർ, മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പ് വരെ എന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ DC പിൻവാങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി കൂടുതൽ ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു ആർക്കാണ് ലാഭം എന്നുള്ളത് ചിന്തിക്കണം എന്നുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് വോട്ടെടുപ്പിന്റെ അന്ന് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുമ്പോൾ അതിൽ നഷ്ടം ആർക്ക് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളാണ് EP ജയരാജൻ. രാഷ്ട്രീയം അദ്ദേഹത്തിന് പുത്തരിയല്ല. ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലനം എന്താണെന്ന് നന്നായിട്ടറിയാം. അപ്പോൾ ആർക്ക് ലാഭം നഷ്ടം എന്ന് ചിന്തിക്കേണ്ടത് EP ജയരാജന്റെ ബാധ്യതയായിരുന്നു അന്ന്. ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ചതി പറ്റിയിട്ടുണ്ടോ എന്നൊരു മറുവശം കൂടി ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണമായും അതിൽ കോർണർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ 20-ാം തീയതി പാലക്കാട് തിരഞ്ഞെടുപ്പ് വരെ ഇനി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലോ പ്രശ്നങ്ങളോ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ മാത്രം പിൻവാങ്ങി നിൽക്കുന്നതാണോ DC? അങ്ങനെ കരുതാനാവില്ല. കാരണം EP തന്നെ അതിൻ്റെ കണ്ടന്റിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കണ്ടന്റുകളെ ഡിസോൺ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനെ നിരാകരിക്കുകയും തൻ്റേതല്ലെന്ന് പറയുമ്പോൾ ഇനി അതോടുകൂടി ഒരുപക്ഷെ 20-ാം തീയതിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കപ്പെടുമെന്ന് ഇപ്പോൾ നമുക്ക് വിചാരിക്കാനാവില്ല. കാരണം EP തന്നെ പറയുന്നു മാതൃഭൂമിയും DCയും രണ്ടുപേരും ഒരേപോലെ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അദ്ദേഹം ആരുമായി കരാറിലേർപ്പെട്ടിട്ടുണ്ടെന്നും തന്റെ ആത്മകഥ താൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്നുമാണ് അദ്ദേഹം കാര്യങ്ങളെയൊക്കെ ഓൺ ചെയ്യുമോ എന്നുള്ളിടത്താണ് ചോദ്യം. 20-ാം തീയതി കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഈ ലീക്ക് ചെയ്ത കുറിപ്പുകളിൽ അദ്ദേഹത്തിൻ്റെതെന്ന് പറഞ്ഞു വന്ന കുറിപ്പുകളിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിലായതുകൊണ്ട് പറയാമല്ലോ എന്ന്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ എന്ന ആത്മവിശ്വാസത്തിൽ EP ഇരിക്കവേ തിരഞ്ഞെടുപ്പിന്റെ അന്ന് പുറത്തു വന്നു എന്നുള്ളിടത്ത് മാത്രമാണോ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്നുള്ളതാണ്. മധു, അങ്ങനെയല്ല. ഒരു ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ അദ്ദേഹം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് താൻ പാർട്ടിയുടെ അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്ന്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ്സ് പാർട്ടിയെ കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ ഘടകം അത് പരിശോധിക്കുകയും പ്രസിദ്ധീകരണ യോഗ്യമെങ്കിൽ അതിൽ പ്രസിദ്ധീകരിക്കാനുള്ള അനുമതിയും നൽകുക എന്നുള്ളതാണ്. പലപ്പോഴും CPM നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഗമായി നടന്നു വരാറുള്ള ഒരു കീഴ്വഴക്കം. ആ കീഴ്വഴക്കത്തിൻ്റെ വളയത്തിലൂടെ തന്നെ ചാടും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നിശ്ചയമായും ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഒരു കാരണവശാലും ആത്മകഥയിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം അത്ര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമൊന്നുമല്ലല്ലോ. അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി കൂടിയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള നിസ്തൂലമായിട്ടുള്ള സേവനം, അദ്ദേഹത്തെ പോലെ അനുഭവ രാഷ്ട്രീയത്തിൻ്റെ ഒരു നിഘണ്ടു ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ പൊതുപ്രവർത്തകരിൽ വളരെ കുറവാണ്. അദ്ദേഹം അത്ര പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അത്തരത്തിൽ തന്നെ പെരുമാറുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ടോ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടോ അങ്ങനെ പെരുമാറില്ല. പലപ്പോഴും ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അതിനോട് വിയോജിപ്പുണ്ടാകാമെങ്കിൽ കേരളത്തിൽ ഇത് സാധ്യമാണോ? EP ജയരാജൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരാളുടെ പേരിൽ ഒരു പബ്ലിഷിംഗ് ഹൗസിന് കള്ളം എഴുതി പടച്ചുവിടാൻ കഴിയുമോ? അത് സാധ്യമാണോ? നിശ്ചയമായി ഒരിക്കലും അങ്ങനെ കഴിയില്ല എന്നുള്ളതാണ്. കാര്യം പുസ്തക പ്രസാധന രംഗത്തെ കുലപതിയായിട്ടുള്ള ശരിയാവും. EP ഇങ്ങനെ പറയില്ല, DC അങ്ങനെ ചെയ്യില്ല. അപ്പൊ ഇതിനിടയ്ക്കാരാണ് EP അങ്ങനെ പറയില്ല, DC ഇങ്ങനെ ചെയ്യില്ല, ഇതിനിടയ്ക്കാരാണ്? അല്ല, നിശ്ചയമായി ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. ഈ 179 പേജ് പുറത്തുവിട്ടതിന്റെ പിന്നിൽ EP പറയാത്തതും EP അനുഭവിക്കാത്തതുമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിസന്ധിയിലാക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് അത് വരും ദിവസം അതിനാണല്ലോ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് EP വളരെ കൃത്യമായി DGPക്ക് പരാതി നൽകിയത്. ഇപ്പോൾ അത് ADGP സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും സാമൂഹ്യ മാധ്യമങ്ങൾ അതിൻ്റെ പ്രകാശനത്തെ സംബന്ധിച്ചും പ്രമോഷനെ സംബന്ധിച്ചും നടത്തിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും അവസാനിപ്പിക്കണമെന്ന് രവി DCക്ക് നിയമപരമായി തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്.